നമസ്കാരം. ഇന്നത്തെ കേരളത്തിന് പ്രളയ സെസ് പിരിക്കാൻ അനുമതി. പുനർനിർമ്മാണത്തിന് 1% വരെ സെസ് ചുമത്താനാണ് GST കൌൺസിൽ അനുമതി നൽകിയത്. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് സേവനങ്ങൾക്കുമാണ് അധിക നികുതി എന്നത് ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. പ്രളയാനന്തര കേരളത്തിലെ പുനർനിർമ്മാണത്തിനായി 1% വരെ അധിക നികുതി ചുമത്താനാണ് GST കൌൺസിൽ അനുമതി നൽകിയത്. 2 വർഷത്തേക്ക് ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി ചുമത്താം. Council has authorized Kerala to impose a maximum cess of 1% for a maximum period of 2 years. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി ചുമത്തുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. പ്രളയ സെസ്സിലൂടെ 500 കോടി രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു വർഷം നമുക്ക് 500 കോടി രൂപ ഇതിൽ നിന്ന് അധികം കിട്ടും. 2 വർഷം ഇങ്ങനെ ചുമത്താം. 1% സെസ് ഒരു നിബന്ധനയെ വെച്ചിട്ടുള്ളൂ, അന്തർ സംസ്ഥാന വ്യാപാരത്തിന് മേൽ പറ്റില്ല. കേരളത്തിന് അധിക വായ്പ സ്വീകരിക്കുന്നതിനും കൌൺസിൽ തത്വത്തിൽ അംഗീകാരം നൽകി. കേന്ദ്ര സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. GST രജിസ്ട്രേഷൻ പരിധി 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷം രൂപയാക്കി ഉയർത്തി. ഇത് നടപ്പിലാക്കുന്ന കാര്യം തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകി. 50 ലക്ഷം വരെ വരുമാനമുള്ള സംരംഭങ്ങൾക്ക് സേവന നികുതി 6% കുറച്ചു. 1.5 കോടി വരെ വിറ്റുവരവുള്ളവരുടെ അനുമാന നികുതി 1% നിശ്ചയിച്ചു. സംസ്ഥാന ലോട്ടറികളുടെ നികുതി 28% ഉയർത്താനുള്ള നീക്കത്തെ കേരളം ശക്തമായി എതിർത്തു. വിഷയം പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് വിടാനും GST കൌൺസിൽ തീരുമാനിച്ചു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. അയോധ്യ കേസ് പരിഗണിക്കുന്ന ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് UU ലളിത് പിന്മാറി. മുൻപ് അയോധ്യയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ അദ്ദേഹം അഭിഭാഷകനായി വാദിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ജസ്റ്റിസ് ലളിത് പിന്മാറിയത്. അന്തിമവാദത്തിനുള്ള തീയതി തീരുമാനിക്കാനായി കേസ് ഈ മാസം 29-ന് പരിഗണിക്കും. അയോധ്യ കേസിൽ അന്തിമവാദത്തിന്റെ തീയതി നിശ്ചയിക്കാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ഇന്ന് ആദ്യ സിറ്റിംഗ് നടത്തിയത്. ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിന് വേണ്ടി 1997-ൽ UU ലളിത് ഹാജരായിരുന്നു. കേസിൽ മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാജീവ് ധവാൻ ഇക്കാര്യം കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് പിന്മാറുന്നതായി ജസ്റ്റിസ് ലളിത് അറിയിച്ചത്. तो एक एडवोकेट ने उछाल उठाया कि जब ये एक पक्षपाती हो सकते हैं, इसलिए इनको बेंच में न रहने दिया, तो ही हिमसेल्फ विड्रॉस, अपने को उन्होंने विड्रॉ कर लिया. മറ്റൊരു ജഡ്ജിയെ ഉൾപ്പെടുത്തി ബെഞ്ച് പുനഃസംഘടിപ്പിക്കുമെന്നും ജനുവരി 29-ന് കേസ് പരിഗണിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കി. അയോധ്യ കേസിലെ രേഖകളുടെ പരിഭാഷ സംബന്ധിച്ച് തർക്കമുള്ളതിനാൽ ഔദ്യോഗിക പരിഭാഷകനെ കോടതി ചുമതലപ്പെടുത്തി. മുദ്രവച്ച 15 ട്രങ്ക് പെട്ടികളിലായി പേർഷ്യൻ, സംസ്കൃതം, അറബി, ഗുർമുഖി, ഹിന്ദി ഭാഷകളിലുള്ള രേഖകളാണ് പരിഭാഷപ്പെടുത്തേണ്ടത്. 88 സാക്ഷികളും 15,800 പേജ് സാക്ഷിമൊഴികളുമാണ് ഉള്ളത്. ഹൈക്കോടതി വിധി മാത്രം 8,533 പേജുകൾ. രേഖകൾ നേരിട്ട് പരിശോധിച്ച് രജിസ്ട്രി നൽകുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് കോടതി അന്തിമവാദത്തിന്റെ തീയതി നിശ്ചയിക്കുക. അയോധ്യ കേസ് 3-അംഗ ബെഞ്ചിൽ നിന്ന് 5-അംഗ ബെഞ്ചിലേക്ക് വിട്ടത് ചീഫ് ജസ്റ്റിസിന്റെ അധികാരപരിധി ഉപയോഗിച്ചാണെന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വിശദീകരിച്ചു. ബെഞ്ച് പുനഃസംഘടിപ്പിക്കുന്നതും രേഖകളുടെ ബാഹുല്യവും കാരണം അയോധ്യ കേസിലെ നടപടികൾ വീണ്ടും നീളുകയാണ്. സംഘപരിവാർ സംഘടനകൾ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്തിമ വിധിയുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ രാമരാജനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ തീരുമാനിക്കാനുള്ള സെലക്ട് കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേർന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു യോഗം. അതേസമയം വിവാദങ്ങളിൽ ഉൾപ്പെട്ട MK സിൻഹ, AK ശർമ്മ എന്നിവരടക്കം 6 പേർക്ക് പുതിയ ചുമതലകൾ നൽകി CBI ഡയറക്ടറുടെ ഉത്തരവ് പുറത്തിറങ്ങി. M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? ആരെയൊക്കെയാണ് സസ്പെൻഡ് ചെയ്തത്? ധന്യ, അലോക് വർമ്മയുടെ ഭാവി നിശ്ചയിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗം അവസാനിച്ചിരിക്കുന്നു. CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള സെലക്ട് കമ്മിറ്റിയുടെ യോഗമാണ് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ചേർന്നത്. അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ 2 മണിക്കൂറോളം നീണ്ട യോഗത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ യോഗത്തിന്റെ തീരുമാനം എന്താണെന്ന് ഇതുവരെയും സൂചനകൾ പുറത്തു വന്നിട്ടില്ല. യോഗത്തിൽ പ്രധാനമന്ത്രിക്ക് പുറമെ ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രതിനിധിയായി ജസ്റ്റിസ് AK സിക്രി എന്നിവരാണ് പങ്കെടുത്തത്. അലോക് വർമ്മയ്ക്ക്
അദ്ദേഹത്തിനെതിരായ CVC റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വളരെ കൃത്യമായി ചില നിലപാടുകൾ യോഗത്തിൽ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അലോക് വർമ്മയ്ക്കെതിരെ ഏകപക്ഷീയമായ നടപടി പാടില്ല, അദ്ദേഹത്തിന്റെ വാദം കേൾക്ക് മാത്രമേ അദ്ദേഹത്തിനെതിരായ നടപടി നിശ്ചയിക്കാവൂ, ഒപ്പം CBIയിലെ വിവാദങ്ങളെപ്പറ്റി അന്വേഷണം വേണം. ഈ ആവശ്യങ്ങളാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും എന്താണ് ഭൂരിപക്ഷ തീരുമാനം, എന്താണ് അലോക് വർമ്മയ്ക്കെതിരായ തുടർ നടപടി എന്നിവ സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ വിവരങ്ങൾ ലഭ്യമായേക്കും. അലോക് വർമ്മയുടെ കാലാവധി ജനുവരി 31 അവസാനിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ CBI ഡയറക്ടറെ നിയമിക്കുന്ന കാര്യത്തിലും ഇന്നിപ്പോൾ വിശദമായ ചർച്ച നടന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം അലോക് വർമ്മ നേരത്തെ ഇന്നലെ തന്നെ ചുമതല ഏറ്റെടുത്ത ശേഷം പഴയ വിവാദ സ്ഥലമാറ്റങ്ങളൊക്കെ റദ്ദാക്കിയിരുന്നു. അതിനുശേഷം 6 ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് പുതിയ ചുമതലകൾ നൽകിക്കൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. രാകേഷ് അസ്താനയ്ക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലടക്കം തീരുമാനങ്ങൾ അദ്ദേഹം കൈക്കൊണ്ടിട്ടുണ്ട്. ശരി ഉണ്ണി. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനെതിരായ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് ദേശീയ വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു. രാഹുലിനെ കുടുക്കാനുള്ള കമ്മീഷൻ ശ്രമം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. 56 इंच की छाती वाला चौकीदार भाग गया और एक महिला से कहता है सीतारमन जी आप मेरी रक्षा कीजिए, मैं अपनी रक्षा नहीं कर पाऊंगा, आप मेरी रक्षा कीजिए. 2.5 घंटे महिला रक्षा नहीं कर पाई. 56 ഇഞ്ചുകാരനായ രാജ്യത്തിന്റെ കാവൽക്കാരൻ റഫാൽ ആരോപണത്തിന് മറുപടി പറയാൻ സ്ത്രീയെ ഏൽപ്പിച്ച് ഓടിയൊളിച്ചു എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. ഈ പ്രസ്താവന നിർമ്മല സീതാരാമനെ അപമാനിക്കുന്നതാണെന്നാണ് ആരോപണം. പ്രസ്താവനയുടെ സാഹചര്യം വിശദമാക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടതായി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ പറഞ്ഞു. He need to respect women first thing, and if a leader doesn't respect, who will respect? Let us see what explanation he has. നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. നരേന്ദ്രമോദി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് വനിതാ കമ്മീഷൻ നോട്ടീസ് അയക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ ചോദിച്ചു. देश का दुर्भाग्य है कि प्रधानमंत्री ऐसे जो दुर्भावना से काम करते हैं, जिनकी जबान में कड़वाहट है, जिनमें शालीनता नहीं है, पद की मर्यादा को नहीं समझते. तो महिला आयोग ने क्यों नहीं नोटिस दिया था नरेंद्र मोदी जी को? തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിക്കെതിരെ മോദി മോശം പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ എന്തുകൊണ്ട് കമ്മീഷൻ മിണ്ടിയില്ലെന്നും കോൺഗ്രസ് ചോദിക്കുന്നു. ന്യൂസ് 18 ഡൽഹി. പാർലമെന്റ് പാസാക്കിയ സാമ്പത്തിക സംവരണ ബില്ലിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. ബില്ലിനായി കൊണ്ടുവന്ന ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ലംഘിക്കുന്നതാണെന്ന് കാട്ടി യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന സംഘടനയാണ് ഹർജി നൽകിയത്. 10% സാമ്പത്തിക സംവരണത്തിനായി ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകുന്നതിന് മുമ്പെയാണ് ബിൽ സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. സംവരണത്തിന് 50% പരിധി നിശ്ചയിച്ച ഇന്ദിരാ സാഹ്നി കേസിലെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി ലംഘിക്കുന്നതാണ് ബില്ലിനായി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയെന്ന് ഹർജി നൽകിയ യൂത്ത് ഫോർ ഇക്വാലിറ്റി വാദിക്കുന്നു. ബിൽ പ്രകാരം പൊതുവിഭാഗത്തിലുള്ളവർക്ക് മാത്രമാണ് സാമ്പത്തിക സംവരണം ലഭിക്കുക. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണത്തിനുള്ള വ്യവസ്ഥ TMI ഇനാംദാർ കേസ് വിധികൾക്ക് വിരുദ്ധം. ഭരണഘടനയുടെ 15-ാം അനുച്ഛേദത്തിൽ ഭേദഗതിയിലൂടെ 6-ാം ഉപ അനുച്ഛേദം ചേർത്താണ് സാമ്പത്തിക സംവരണം സർക്കാർ കൊണ്ടുവന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ബില്ലിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഹർജികൾ ഫയൽ ചെയ്യപ്പെടാനാണ് സാധ്യത. ബില്ലിനെ സുപ്രീംകോടതിയിൽ പ്രതിരോധിക്കുക സർക്കാരിന് വെല്ലുവിളിയാകുമെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് 18 ഡൽഹി. പാർലമെന്റ് പാസാക്കിയിട്ടും അനിശ്ചിതത്വം മാറാതെ സാമ്പത്തിക സംവരണ ബിൽ. 30% വരുന്ന മുന്നാക്ക വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള കേന്ദ്ര നീക്കം നിയമപരമായി നിലനിൽക്കുമോ എന്ന സംശയമാണ് നിയമകേന്ദ്രങ്ങളിൽ നിന്നുയരുന്നത്. ബിൽ പാസായത് രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. നിലവിലെ സംവരണത്തിനു പുറമെ 10% സംവരണം കൂടി എങ്ങനെ സാധ്യമാകും എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. സംവരണം 50% നിശ്ചയിച്ച സുപ്രീംകോടതി വിധി നിലനിൽക്കെയാണ് സാമ്പത്തിക സംവരണ ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയെടുത്തത്. സുപ്രീംകോടതി വിധി ജാതി സംവരണത്തിന് മാത്രമാണ് ബാധകമാകുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വാദം. ബിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് നിയമവിദഗ്ധരുടെ നിരീക്ഷണം. അതേസമയം ബിൽ പാസാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാകുമെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. इससे समाज के अंदर एकता आएगी और इकट्ठे होके हम सब देश के लिए काम करेंगे. ये ऐतिहासिक कदम है. 8 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരാണ് സംവരണത്തിനായി പരിഗണിക്കപ്പെടുന്നത്. നബാർഡ് 2016-17 നടത്തിയ സർവേ അനുസരിച്ച് ഗ്രാമീണ ജനസംഖ്യയിലെ 99% പേരും സംവരണത്തിന് അർഹരാകും. 2015-16 സർവേ അനുസരിച്ച് 5 ഏക്കറിൽ താഴെ കൃഷിഭൂമിയുള്ളവരാണ് ജനസംഖ്യയിലെ 86%. 2011-12 സാമ്പിൾ സർവേ പ്രകാരം 20% ജനങ്ങൾക്കും വീട് 1000 ചതുരശ്ര അടിയിൽ താഴെയാണ്.
ചുരുക്കി പറഞ്ഞാൽ മുന്നാക്ക വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷവും സംവരണത്തിന് അർഹരാകും. പാർലമെന്റിലെ ചർച്ചയിൽ എതിർത്തുവെങ്കിലും വോട്ടെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ പിന്തുണച്ചതും ഈ കണക്കുകൾ കൊണ്ടാണ്. KP അഭിലാഷ്, News 18, ഡൽഹി. ശബരിമലയിൽ നടയടച്ച് തന്ത്രി നടത്തിയ ശുദ്ധിക്രിയ ദേവസ്വം ബോർഡ് നേരത്തെ അറിഞ്ഞിട്ടും തടഞ്ഞില്ലെന്ന് രേഖകൾ. ശുദ്ധിക്രിയയ്ക്ക് മുൻപ് കൂടിയാലോചന നടത്തണമെന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും നിർദ്ദേശവും തന്ത്രി തള്ളി. നട അടച്ചില്ലെന്നും വാതിൽ ചാരുക മാത്രമാണ് ചെയ്തതെന്നും തന്ത്രിയുടെ മറുപടി. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് News 18 ലഭിച്ചു. ബിന്ദു, കനകദുർഗ എന്നിവർ ശബരിമലയിൽ ദർശനം നടത്തിയതിനെ തുടർന്നാണ് തന്ത്രി കണ്ഠരര് രാജീവര് നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയത്. യുവതീ പ്രവേശനം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് എക്സിക്യൂട്ടീവ് ഓഫീസിലെത്തിയ തന്ത്രി ആചാരപരമായ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ടെന്ന് അറിയിച്ചു. ഹൈക്കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയോ സ്പെഷ്യൽ കമ്മീഷനോ സ്ഥലത്തില്ലാത്തതിനാൽ കൂടിയാലോചന വേണമെന്ന് 2 ഘട്ടങ്ങളായി ആവശ്യപ്പെട്ടെങ്കിലും തന്ത്രി അംഗീകരിച്ചില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെയും അംഗം KP ശങ്കരദാസിനെയും തന്ത്രി ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു. മറ്റൊരംഗം വിജയകുമാറിനെ ഫോണിൽ ലഭിച്ചില്ല. പുണ്യാഹവും ബിംബശുദ്ധിയുമാണ് വരുത്തുന്നതെന്നും നട അടയ്ക്കുന്നില്ലെന്നും ചാരുക മാത്രമാണ് ചെയ്യുന്നതെന്നും തന്ത്രി പറഞ്ഞു. വത്സൻ തില്ലങ്കേരി ആചാരലംഘനം നടത്തിയപ്പോഴും ശുദ്ധിക്രിയ നടത്തിയെന്നായിരുന്നു മറുപടി. ഭക്തർ രോഷാകുലരായിരുന്നതിനാലും മാധ്യമങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാലുമാണ് ചടങ്ങിന് തടസ്സം നിൽക്കാതിരുന്നതെന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമല നടയടച്ച് ശുദ്ധിക്രിയ ചെയ്തതിൽ തന്ത്രിക്കും ദേവസ്വം ബോർഡിനും വീഴ്ചയുണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ടുകൾ. തന്ത്രി ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടും അരുതെന്ന് പറയാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറായില്ല. എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയാലോചന വേണമെന്ന് ആവശ്യപ്പെട്ടത് അംഗീകരിക്കാൻ തന്ത്രിയും തയ്യാറായില്ല. R. കിരൺ ബാബു, News 18, തിരുവനന്തപുരം. ശുദ്ധിക്രിയ വിവാദത്തിൽ ശബരിമല തന്ത്രിക്കെതിരായ സർക്കാർ നീക്കം പ്രതിരോധിക്കാൻ തന്ത്രി സമാജത്തിന്റെയും ബ്രാഹ്മണ സംഘടനകളുടെയും തീരുമാനം. വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ ചെന്നൈയിൽ ചേർന്ന തന്ത്രി പ്രമുഖരുടെ യോഗം തീരുമാനിച്ചു. തിരുവനന്തപുരത്തും ഉടൻ തന്ത്രി പ്രമുഖരുടെ യോഗം ചേരും. ശുദ്ധിക്രിയ നടത്തിയതിൽ 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ദേവസ്വം ബോർഡ് തന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരായ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ തന്ത്രി സമാജവും ബ്രാഹ്മണ സഭയും രംഗത്തെത്തി. ശുദ്ധിക്രിയകൾ ക്ഷേത്രത്തിൽ പതിവാണെന്നും പണച്ചെലവില്ലാത്തതിനാൽ ഇതിന് ദേവസ്വം അനുമതി വേണ്ടെന്നുമാണ് തന്ത്രി സമാജത്തിന്റെ വാദം. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു സാങ്കേതികമായ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന മാത്രമാണ്. അതൊരിക്കലും ക്ഷേത്രത്തിന്റെ ആന്തരികമായ കാര്യത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിലോ മതപരമായ കാര്യങ്ങളിലോ ഒന്നും ഇടപെടുന്നതിനുള്ള അധികാരമോ റൈറ്റോ ഒന്നും ദേവസ്വം ബോർഡിനില്ല. അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് വാസ്തവത്തിൽ ദേവസ്വം ബോർഡിന് മറുപടി കൊടുക്കേണ്ട ബാധ്യതയൊന്നുമില്ല. ശബരിമല ശുദ്ധിക്രിയയിൽ തെറ്റില്ല. താന്ത്രിക അവകാശം പാരമ്പര്യമായി കിട്ടുന്നതാണ്. തന്ത്രിക്കെതിരെ ദേവസ്വം ബോർഡ് നടപടിയുണ്ടായാൽ നിയമപരമായും ധാർമ്മികമായും നേരിടും. വിഷയം ചർച്ച ചെയ്യാൻ കേരളത്തിലും പുറത്തും ഹൈന്ദവ സംഘടനകളുടെ യോഗവും വിളിക്കും. അമ്പലത്തിലെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് അവസാന വാക്ക് തന്ത്രിയുടെ തന്നെയാണ്. ദേവസ്വം ബോർഡ് എന്ത് ബേസിസിലാണ് തന്ത്രിയോട് ഷോക്കാസ് ചോദിച്ചിരിക്കുന്നത് തന്നെ അറിയില്ല. അത് കോടതിയിൽ നിൽക്കാത്തൊരു സംഭവം കൂടിയാണ്. ശരിയായ നിലപാടല്ല എന്ന് തന്നെയാണ്. സുപ്രീം കോടതി വിധി സംബന്ധിച്ച് തന്ത്രിക്ക് രേഖാമൂലം നിർദ്ദേശങ്ങളൊന്നും ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം News 18, തിരുവനന്തപുരം. ഇനി UDF-ൽ ചേർന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ കളമൊരുക്കി PC ജോർജ്. ജനപക്ഷം പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗത്തിലാണ് UDF-ൽ ചേരുന്നതിനുള്ള സാധ്യത തേടാൻ തീരുമാനിച്ചത്. ചർച്ചകൾക്കായി 9 അംഗ സമിതിയെയും ചുമതലപ്പെടുത്തി. അതേസമയം UDF ഇങ്ങനെയൊരു ആലോചന പോലും നടത്തിയിട്ടില്ലെന്നായിരുന്നു കൺവീനർ ബെന്നി ബെഹനാന്റെ പ്രതികരണം. BJP-യുമായി അടുക്കുന്നെന്ന സൂചനകൾ പുറത്തുവരുന്നതിനിടെയാണ് UDF-ലേക്കെന്ന PC ജോർജിന്റെ പ്രഖ്യാപനം. വർഗീയ കക്ഷിയായ BJP-യുമായും വിശ്വാസികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഇടതുപക്ഷവുമായും ചേർന്നുപോകാൻ പറ്റില്ലെന്ന് PC ജോർജ്. ഏത് മുന്നണിയുമായി ചർച്ച തീരുമാനമെടുക്കണമെന്ന് തീരുമാനിക്കാൻ ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു 9 അംഗ കമ്മിറ്റിയെ നിശ്ചയിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് UDF ചീഫ് വിപ്പായിരുന്ന PC ജോർജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നില്ല. ശബരിമല വിഷയത്തോടെ BJP-യുമായി അടുക്കുകയും നിയമസഭയിൽ സഹകരിച്ചു പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ UDF-ൽ ഇങ്ങനെയൊരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നായിരുന്നു കൺവീനർ ബെന്നി ബെഹനാന്റെ പ്രതികരണം. ജോർജിനെ എടുക്കുന്ന കാര്യം മുന്നണി ആലോചിച്ചിട്ട് പോലുമില്ലെന്നും കൺവീനർ വ്യക്തമാക്കിയിരുന്നു. News 18, തിരുവനന്തപുരം. നിർമ്മാണ കരാറിന് പണം നൽകാത്തതിന് CSI ബിഷപ്പിനെ തടഞ്ഞുവെച്ച് കരാറുകാരും ജീവനക്കാരും. സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ നിർമ്മാണം നടത്തിയതിൽ 11 കോടിയോളം രൂപ നൽകാനുണ്ടെന്നാണ് പരാതി. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയുണ്ടാക്കി.
രാവിലെ തന്നെ CSI മഹായിടവക ആസ്ഥാനത്ത് സ്വകാര്യ നിർമ്മാണ കമ്പനി ഉടമയും തൊഴിലാളികളും പ്രതിഷേധം തുടങ്ങിയിരുന്നു. ബിഷപ്പ് ധർമ്മരാജ റസാൽ കാറിൽ പുറത്തേക്കിറങ്ങിയതോടെ പ്രതിഷേധം ശക്തമായി. സ്ത്രീകളടക്കമുള്ള സംഘം കാർ തടഞ്ഞു. പോലീസ് എത്തി പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 11 കോടിയിലധികം രൂപ സഭ നൽകാനുണ്ടെന്നും നിർമ്മാണോപകരണങ്ങൾ വിട്ടു നൽകുന്നില്ലെന്ന് ആരോപിച്ചുമായിരുന്നു പ്രതിഷേധം. പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച യോഗം ചേരാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇപ്പോഴത്തെ CSI സഭാ സെക്രട്ടറി ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ ഫണ്ടിലേക്ക് വേണ്ടി 50 ലക്ഷം രൂപ എന്നോട് ചോദിച്ചു. അത് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ വൈരാഗ്യമാണ് എന്റെ അടുത്ത് ഈ കാണിക്കുന്നത്. മുൻ ഭരണസമിതിയുമായി ചേർന്ന് കരാറുകാരൻ അഴിമതി നടത്തിയെന്നും വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ വിധി വന്ന ശേഷമേ പണം നൽകുന്നതിൽ തീരുമാനമുണ്ടാകൂ എന്നും സഭാ ഭാരവാഹികൾ അറിയിച്ചു. കേസുകൾ അനുസരിച്ച് അതെങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് ഞങ്ങളും കേസ് പറയേണ്ടി വരും. അതനുസരിച്ച് നമുക്ക് അതിന്റെ മറുപടി പറയാൻ പറ്റുള്ളൂ. ന്യൂസ് 18 തിരുവനന്തപുരം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെ അവഹേളിച്ച് ദീപികയിൽ ലേഖനം. നേരിട്ട് ഹാജരായി വിശദീകരണം നൽകുമെന്ന് സിസ്റ്റർ ലൂസിയോട് സഭ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം സിസ്റ്റർ നിരസിച്ചതിന് പിന്നാലെയാണ് സഭാ പ്രസിദ്ധീകരണമായ ദീപിക പേര് പറയാതെ സിസ്റ്റർ ലൂസിക്കെതിരെ രംഗത്തെത്തിയത്. ആരോപണങ്ങളിൽ തളരില്ലെന്ന് സിസ്റ്റർ ലൂസി പറഞ്ഞു. സമൂഹത്തിന് മുന്നിൽ സിസ്റ്റർ സന്യാസത്തെ അപഹസിക്കുകയാണെന്ന് ദീപിക ലേഖനം കുറ്റപ്പെടുത്തുന്നു. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ സമരത്തിൽ സഭാധികാരികളുടെ അനുവാദമില്ലാതെയാണ് സിസ്റ്റർ ലൂസി പങ്കെടുത്തത്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ ചുരിദാർ ധരിച്ച് ഫോട്ടോ എടുത്തതിനെയും ലേഖനം വിമർശിക്കുന്നു. സുപ്പീരിയർ ജനറൽ അയച്ച കത്ത് മാധ്യമങ്ങൾക്ക് നൽകിയത് അനുസരണക്കേടാണ്. ജലന്ധർ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റക്കാരനെന്ന് മാധ്യമങ്ങൾ വിധിക്കുകയാണ്. സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ ലേഖനം ചോദ്യം ചെയ്യുന്നു. ദാരിദ്ര്യം വ്രതമായി സ്വീകരിക്കാത്ത രൂപതാ വൈദികൻ ജീവിക്കുന്നത് പോലെ തനിക്കും ജീവിക്കണമെന്ന് സന്യാസിനി വാശി പിടിക്കാറില്ലെന്നും ലേഖനം പറയുന്നു. ഈ കല്ലേറിൽ താൻ തകരുകയോ തളരുകയോ ഇല്ലെന്ന് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പ്രതികരിച്ചു. നീതിക്ക് വേണ്ടി പൊരുതിയ കർത്താവാണ് തന്റെ വഴികാട്ടിയെന്നും അവർ ന്യൂസ് 18 പറഞ്ഞു. എന്നെപ്പോലെ സുതാര്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് ഇപ്പം കല്ലെറിയുന്നതിന്റെ പേരിൽ ഞാൻ താഴെ വീഴുകയോ തളരുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. തുടർച്ചയായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സിറോ മലബാർ സഭയിൽ പരാതി പരിഹാര സമിതി രൂപീകരിക്കുന്നു. കൊച്ചിയിൽ തുടരുന്ന സഭാ സിനഡിന്റേതാണ് നിർദ്ദേശം. വിശ്വാസികളെയും സമിതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. വൈദികർ തൊട്ട് കർദിനാൾ വരെ വിവാദങ്ങളിൽ ഉൾപ്പെടുകയും പീഡനക്കേസിൽ ബിഷപ്പ് തന്നെ ജയിലിലാകുകയും ചെയ്ത സംഭവങ്ങൾ സഭയെ പിടിച്ചുലച്ചിരുന്നു. പരാതി പരിഹാര സമിതി രൂപീകരിക്കുക എന്ന KCBCയുടെ നിർദ്ദേശവും കൂടി കണക്കിലെടുത്താണ് സിനഡിന്റെ തീരുമാനം. വിശ്വാസികൾ കൂടി ഉൾപ്പെടുന്നതായിരിക്കും പരാതി പരിഹാര സമിതി. സഭാസ്ഥാപനങ്ങളിലും മഠം ഉൾപ്പെടെയുള്ള സന്യസ്ത ഭവനങ്ങളിലും സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പാക്കണമെന്നും സിനഡ് നിർദ്ദേശത്തിലുണ്ട്. സഭയ്ക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇതിന്റെ സത്യമറിയാൻ കൂടിയാണ് സമിതി രൂപീകരണമെന്നാണ് വിശദീകരണം. കുറെ ആരോപണങ്ങൾ വന്നുകൂടുമ്പോൾ അതിനൊരു എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നറിയാനും കൃത്യതയോടെ അത് ശരിയാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് കണ്ടുപിടിക്കാനുമുള്ള ഒരു മാനദണ്ഡമാണ് അതിനകത്ത്. സിനഡ് നിർദ്ദേശത്തെ വിശ്വാസി സമൂഹവും സേവ് അവർ സിസ്റ്റേഴ്സ് ആക്ഷൻ കൌൺസിലും സ്വാഗതം ചെയ്തു. പരാതികൾ പരിഹരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നതുകൊണ്ടുതന്നെയാണ് സമിതികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് 18 കൊച്ചി. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റി സെലക്ഷൻ പാനലിന്റേതാണ് തീരുമാനം. ഡൽഹിയിൽ നിന്ന് AM ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്താണ് നടപടി? വളരെ സുപ്രധാനമായ തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ആ തീരുമാനത്തിന്റെ അനൗപചാരികമായ സൂചനകൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്നും വീണ്ടും അലോക് വർമ്മയെ മാറ്റിയിരിക്കുന്നു. അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നത് സുപ്രീം കോടതി വിധിയെ തുടർന്നാണ്. അലോക് വർമ്മയെ മാറ്റിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി അലോക് വർമ്മയെ ആ സ്ഥാനത്ത് തിരിച്ചു വരുന്നതിനായി വഴിയൊരുക്കിയത്. ആ വിധി വന്നതിന് ശേഷം മിനിഞ്ഞാന്ന് ആ വിധി വന്നതിന് ശേഷം ഇന്നലെയാണ് അലോക് വർമ്മ വീണ്ടും CBI ഡയറക്ടറായി ചുമതലയേറ്റിരുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന 3-അംഗ സെലക്ട് കമ്മിറ്റിയുടെ യോഗത്തിലാണ് വളരെ നിർണായകമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം അടക്കം ഉയർന്നിരുന്നു. ഒരു കേസ് തീർപ്പാക്കുന്നതിന് വേണ്ടി കോഴ വാങ്ങിയെന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. ആ ആരോപണങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മാറ്റാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. ഇന്നത്തെ യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ
ഇപ്പോൾ അന്തിമമായി യോഗത്തിൽ ഭൂരിപക്ഷ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അലോക് വർമ്മയെ മാറ്റാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ സെലക്ട് കമ്മിറ്റി കൈക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സമിതിയിലെ 2 അംഗങ്ങൾ അദ്ദേഹത്തെ മാറ്റാനുള്ള തീരുമാനത്തോടെ യോജിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ ശരിവെച്ചുകൊണ്ടാണ് ആ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും ലഭിക്കുന്ന വിവരം. ഇനിയിപ്പോൾ പുതിയ CBI ഡയറക്ടറെ നിയമിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള ആർക്കെങ്കിലും ഇടക്കാല ഡയറക്ടറുടെ ചുമതല നൽകേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് മാറ്റിയ നടപടി കാണാൻ. ഏതായാലും റഫാൽ അടക്കമുള്ള വിഷയങ്ങളിൽ അലോക് വർമ്മ FIR രജിസ്റ്റർ ചെയ്തേക്കും, അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുമെന്ന ആശങ്ക കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ശേഷം വലിയ സ്ഥലംമാറ്റ നടപടികളും സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ നടപടി വരുന്നത്. ഈ സ്ഥലംമാറ്റ നടപടികളെല്ലാം ഇനി റദ്ദ് ചെയ്യാൻ കാരണം ഡയറക്ടർ സ്ഥാനത്ത് തിരികെ എത്തിയ അലോക് വർമ്മ തന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെയെല്ലാം സ്ഥലംമാറ്റം റദ്ദാക്കുകയും അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതെല്ലാം റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടോ? ഇനിയിപ്പോൾ പുതുതായി ചുമതലയേൽക്കുന്ന അല്ലെങ്കിൽ CBI ഡയറക്ടറുടെ സ്ഥാനം നൽകുന്ന ഉദ്യോഗസ്ഥരാണ് അക്കാര്യം തീരുമാനിക്കേണ്ടത്. ഈ സ്ഥാനമാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ റദ്ദാക്കാവുന്നതേ ഉള്ളൂ. കാരണം നേരത്തെ നാഗേശ്വർ റാവു എന്ന ഇടക്കാല ഡയറക്ടർ കൈക്കൊണ്ട തീരുമാനങ്ങളാണ് അലോക് വർമ്മ പെട്ടെന്ന് ചുമതലയേറ്റെടുത്ത് 24 മണിക്കൂറിനകം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നത്. പഴയ സ്ഥലം മാറ്റങ്ങളൊക്കെ റദ്ദാക്കി ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥരെ പോലും, ഈ പ്രതിരോധ ഇടപാടുകളൊക്കെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ പോലും മാറ്റിക്കൊണ്ട് തന്റെ വിശ്വസ്തരെ ആ പദങ്ങളിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചിരുന്നത് അലോക് വർമ്മ. ഈ സ്ഥാനമാറ്റം നൽകിയ പല സ്ഥലങ്ങളിലേക്കും പോർട്ട് ബ്ലെയറിലേക്ക് അടക്കം സ്ഥാനം മാറ്റിയിരുന്ന ഉദ്യോഗസ്ഥരെ ഡൽഹിയിലേക്ക് തിരിച്ചു വിളിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ വളരെ തിടുക്കത്തിലുള്ള നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരാഴ്ചത്തെ സാവകാശം ഈ സമിതിക്ക് യോഗം ചേരുന്നതിനും ആരോപണങ്ങൾ പരിശോധിക്കുന്നതിനും നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ അലോക് വർമ്മയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന് ആശങ്കപ്പെട്ടിരുന്നു. അങ്ങനെ ഉണ്ടാകുമെങ്കിൽ അത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ തിരിച്ചടിക്കും കാരണമാകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ മാറ്റാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റാൻ ഭൂരിപക്ഷ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ധാരണയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അലോക് വർമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ തീരുമാനം. സുപ്രീം കോടതി വിധി വന്ന ശേഷം ഏതാണ്ട് 48 മണിക്കൂറിൽ താഴെ മാത്രമാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തെ മാറ്റാനുള്ള തീരുമാനം വീണ്ടും ഉണ്ടാവുകയാണ്. അതെ, ഈ ഒരാഴ്ചയിൽ തന്നെ 2ാമത്തെ യോഗമാണ്, ഉന്നതാധികാര യോഗമാണ് ഈ തീരുമാനം. ഇത്രയും നിർണായകമായ അലോക് വർമ്മയ്ക്ക് ഇത്രയും തിരിച്ചടിയായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആരൊക്കെയായിരുന്നു ഉന്നതാധികാര സമിതി യോഗത്തിൽ പങ്കെടുത്തത്? CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള സെലക്ട് കമ്മിറ്റിയുടെ യോഗമാണ് ഇന്ന് ഡൽഹിയിൽ ചേർന്നത്. സുപ്രീം കോടതി തന്നെ ആരോപണങ്ങൾ പരിശോധിക്കാൻ സെലക്ട് കമ്മിറ്റിയോട് ചുമതലപ്പെടുത്തിയിരുന്നു. സെലക്ട് കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. പ്രധാനമന്ത്രി, ഒപ്പം ചീഫ് ജസ്റ്റിസ്, ഏറ്റവും വലിയ ലോക്സഭയിലെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ്. ചീഫ് ജസ്റ്റിസ് അലോക് വർമ്മയ്ക്കെതിരായ കേസിൽ വിധി പ്രസ്താവിച്ചതുകൊണ്ട് അദ്ദേഹം പകരക്കാരനായി സുപ്രീം കോടതിയിലെ മുതിർന്ന 2ാമത്തെ ജഡ്ജി ജസ്റ്റിസ് AK സിക്രിയെ നിർദ്ദേശിക്കുകയായിരുന്നു. ഇന്നലെ യോഗം ചേർന്നിരുന്നെങ്കിലും CVC റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാനായി അലോക് വർമ്മ മല്ലികാർജ്ജുൻ ഖാർഗെയും ജസ്റ്റിസ് സിക്രിയും ആവശ്യപ്പെടുകയായിരുന്നു. ഇദ്ദേഹത്തിന് ആ പകർപ്പ് നൽകിയിട്ടുണ്ട്. ആരോപണങ്ങൾ പരിശോധിച്ച് അവ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നായിരിക്കണം ഭൂരിപക്ഷ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിട്ടുള്ളത്. ഏതായാലും അലോക് വർമ്മയെ CBI നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിനെയാണ് സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്ത. വളരെ വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. CBIയിലെ കേന്ദ്ര സർക്കാർ കൈകടത്തൽ എന്നൊക്കെ വിശേഷിക്കപ്പെട്ട സംഭവത്തിലാണ്. തുടരാമോ? അഡ്വക്കേറ്റ് MR അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഉണ്ണി പറഞ്ഞതുപോലെ വലിയ തിരിച്ചടി തന്നെയാണ് അലോക് വർമ്മയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ സുപ്രീം കോടതി വിധി പ്രകാരം തിരിച്ച് സ്ഥാനത്തേക്ക് എത്തുന്നു. ഇന്ന് ആ സ്ഥാനത്ത് നിന്ന് തിരിച്ച് പുറത്തേക്ക് പോകുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ നീക്കത്തെ കാണുന്നത്? വളരെ വളരെ കൺസേൺ ഉണ്ടാക്കുന്ന ആശങ്കാജനകമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയിയുടെ പ്രതിനിധിയായിട്ടുള്ള ജസ്റ്റിസ് സിക്രിയും തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2-1 എന്ന രീതിയിലാണ് തീരുമാനമെടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണല്ലോ. ഇതിന്റെ വിശദാംശങ്ങളൊന്നും നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ജുഡീഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും അതിന് ഗൗരവമായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഈ ഒരു അവസരത്തിൽ ഇതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. നാം മനസ്സിലാക്കേണ്ടത് 2 കോടി രൂപ കോഴ വാങ്ങി എന്നുള്ള ആരോപണം, കോഴ വാങ്ങി എന്നുള്ള ഡിമാൻഡ് ചെയ്തു കൊടുത്തു എന്നുള്ള ആരോപണമായിരുന്നല്ലോ ഇദ്ദേഹത്തിനെതിരെ സ്പെഷ്യൽ ഡയറക്ടർ ഉയർത്തിയിരുന്നത്. സ്പെഷ്യൽ ഡയറക്ടർക്കെതിരെ CBI ഡയറക്ടർ ഉയർത്തിയിരുന്നത് 3 കോടി രൂപയുടെ കോഴ ആരോപണമാണ്. ഇതിനകത്ത് വസ്തുതകളിലേക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിൽ കടന്നു ചെന്നതിന്റെ, അത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു തീരുമാനം വന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഈ ഡിസിഷൻ കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ടാകും. അപ്പോ അത് സംബന്ധിച്ച് ആത്യന്തികമായിട്ടൊരു തീരുമാനം സുപ്രീം കോടതി എടുക്കുന്നുണ്ടാവും. ഇത് ആശങ്കാജനകമായ ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. കാരണം സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് CBIയുടെ ഇൻഡിപെൻഡൻസ് ഉറപ്പാക്കുവാൻ വേണ്ടി രാഷ്ട്രീയ നേതൃത്വം എടുത്ത ഒരു തീരുമാനത്തിനെ
അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് കോടതി കഴിഞ്ഞ ദിവസം അലോക് വർമ്മയെ ആ സ്ഥാനത്ത് പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ തീരുമാനത്തിലൂടെ. അപ്പം ആ തീരുമാനത്തിലൂടെ എന്താണോ CBIയുടെ സ്വാതന്ത്ര്യമാണ് ഉറപ്പുവരുത്തേണ്ടതെന്നാണ് കോടതി അടിവരയിട്ട് പറഞ്ഞത്. അതിനുശേഷം ഇങ്ങനൊരു തീരുമാനം വന്നപ്പോൾ ആ തീരുമാനം അത് എത്രത്തോളം അതിനകത്ത് ശരിതെറ്റുകളൊക്കെ നമുക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ അതിന്റെ വിശദാംശങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു ജുഡീഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റിസ് സിക്രി അതിൽ അംഗമായിരുന്നു. വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് വിശദമായി അതിനെക്കുറിച്ച് പ്രതികരിക്കാം. ശരി, നന്ദി ശ്രീ M.R. അഭിലാഷ് സംസാരിച്ചതിന്. ഇപ്പോൾ MP NK പ്രേമചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീ NK പ്രേമചന്ദ്രൻ, കോൺഗ്രസിന്റെ നിലപാടാണ് അറിയേണ്ടത്. ഈ ചേർന്ന യോഗത്തിൽ, ഉന്നതാധികാര സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നത്? ഇന്നലെ അദ്ദേഹം തിരിച്ച് CBI പദവിയിൽ എത്തി, ഇന്ന് തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് തള്ളുന്നു. താങ്കൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത്? അല്ല, തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പാർലമെന്റിനകത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ എടുത്തിട്ടുള്ള നിലപാട് എന്താണ് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ഒരു കാര്യം, സുപ്രീം കോടതി വ്യക്തമായി ഈ കാര്യത്തെ സംബന്ധിച്ച് അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ കാര്യത്തെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളോടുകൂടിയാണ് നടപടിക്രമങ്ങളിൽ ഉണ്ടായിട്ടുള്ള പെശക് ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ബോധപൂർവമായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവരെ യോഗം വിളിച്ചു ചേർത്ത് അവിടെ ചർച്ച ചെയ്തു എന്ന് വരുത്തി തീർത്തതിന് ശേഷം അദ്ദേഹം മാറ്റുക എന്ന വളരെ നിഷേധാത്മകമായിട്ടുള്ള കാരണം 23 ദിവസം മാത്രമാണ് അദ്ദേഹം റിട്ടയർ ചെയ്യാനുള്ളത്. സുപ്രീം കോടതി തന്നെ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിതമായി ലീവ് എടുപ്പിച്ചത് ശരിയല്ല, അസാധുവാണ് എന്ന് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ അവശേഷിക്കുന്ന 23 ദിവസം അല്ലെങ്കിൽ 21 ദിവസം കൂടി അദ്ദേഹം സർവീസിലിരിക്കുന്നതിനെ ഗവൺമെന്റ് അത്രത്തോളം ഭയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇത്രയും പ്രമാദമായിട്ടുള്ള വിവാദപരമായിട്ടുള്ള ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിനു ശേഷവും അവശേഷിക്കുന്ന കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല, ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. സ്വാഭാവികമായും ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിന്റെ സമിതിയിൽ അല്ലെങ്കിൽ അത്തരം സമിതിയിൽ ഭൂരിപക്ഷം ഗവൺമെന്റിന്റെ പക്ഷത്തിനും ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ തീരുമാനം നടപ്പാക്കും. പക്ഷെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല ഈ കാര്യത്തിൽ സ്വീകരിച്ചത് എന്ന് വേണം കരുതാൻ. ശരി, വളരെ നന്ദി ശ്രീ NK പ്രേമചന്ദ്രൻ. ഉണ്ണി, ഇദ്ദേഹം പറഞ്ഞതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്നതിനെ കുറിച്ച് വലിയൊരു വിശദീകരണം നൽകിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ ഏത് നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്? മല്ലികാർജ്ജുൻ ഖാർഗെ അലോക് വർമ്മയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം തേടണം, അതിനുശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ എന്നൊരു നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അഭിപ്രായത്തോട് യോജിച്ചില്ല ഭൂരിപക്ഷ അംഗങ്ങൾ, അതായത് 2 അംഗങ്ങൾ, പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസിന്റെ പ്രതിനിധിയായി യോഗത്തിൽ പങ്കെടുത്ത ജസ്റ്റിസ് AK സിക്രിയും. ഈ ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ 2 അംഗങ്ങളും കൈക്കൊണ്ട നിലപാട് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ ഗൗരവമേറിയതാണ്. പ്രഥമദൃഷ്ട്യാ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റണമെന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സുപ്രീം കോടതി വിധി വന്ന് 2ാമത്തെ ദിവസമാണ് ഈ ഒരു വളരെ നിർണായകമായ തീരുമാനമുണ്ടാകുന്നത്. വിധി വന്നതിന് ശേഷം ഇന്നലെ അലോക് വർമ്മ CBI ഡയറക്ടറായി ചുമതലയേറ്റു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സമിതി ഈ യോഗം ചേരാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഇന്നലെ യോഗം ചേർന്ന് ഇന്നലെ തന്നെ നടപടി സ്വീകരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇന്നലെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പിനെ തുടർന്ന് ഇന്ന് വീണ്ടും യോഗം ചേർന്നുകൊണ്ട് അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ നീക്കാനുള്ള തീരുമാനമാണ് സെലക്ഷൻ കമ്മിറ്റി കൈക്കൊണ്ടിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിനോട് വിയോജിച്ചെങ്കിൽ കൂടിയും ആ വിയോജിപ്പ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമാണ് ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ NK പ്രേമചന്ദ്രൻ MP പറഞ്ഞതുപോലെ ഉണ്ണി, നേരത്തെ തന്നെ എടുത്തു വച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ തീരുമാനിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് നടപ്പിലാക്കുക എന്നത് മാത്രമായിരുന്നോ യോഗത്തിന്റെ ലക്ഷ്യം? അതായത് ഏറെക്കുറെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ ധാരണയിലേക്ക് എത്തിയിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചത്തെ സാവകാശം ഈ യോഗം വിളിക്കാനുണ്ടായിരുന്നു. എന്നാൽ യോഗം വിളിക്കുന്നതിന് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നത്. എത്രയും തിടുക്കത്തിൽ യോഗം വിളിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരോട് യോഗത്തിൽ പങ്കെടുക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. പിന്നീടാണ് ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കാതെ മറ്റുള്ള തന്റെ പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അലോക് വർമ്മ തിരിച്ചെത്തുകയാണെങ്കിൽ അത് സർക്കാരിന് എതിരാകുമെന്ന വലിയ
വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം റഫാൽ അടക്കമുള്ള വിഷയങ്ങൾ CBIക്ക് വേണമെങ്കിൽ അന്വേഷിക്കാനും പ്രാഥമിക അന്വേഷണം നടത്താനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണം നടത്തുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയായി മാറും. പ്രതിപക്ഷം അത് ഉപയോഗിക്കും. മാത്രമല്ല ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലം മാറ്റിക്കൊണ്ട് കേന്ദ്രത്തിന് വിഘാതമാകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഏത് വിധേനയും അലോക് വർമ്മയ്ക്കെതിരെ ഉടൻ തന്നെ നടപടിയെടുക്കുക, വീണ്ടും സമിതി യോഗം വിളിച്ചെടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നൊരു നടപടിയിലേക്ക് ആലോചനകൾ നീണ്ടിരുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ യോഗം വിളിച്ചത്. എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ യോഗത്തിൽ ആ തീരുമാനം വന്നിരിക്കുന്നു. അലോക് വർമ്മയെ മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരിക്കൽ കൂടി അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ്. അലോക് വർമ്മയ്ക്കും ഒരുപക്ഷെ ഈ ഒരു സൂചന കൃത്യമായി ലഭിച്ചിട്ടുണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇന്നലെയും ഇന്നുമായി വിവിധ സ്ഥലം മാറ്റ നടപടികൾ സ്വീകരിച്ചിരുന്നതും ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ മാറ്റി നിശ്ചയിച്ചിരുന്നതും ഒക്കെ. അതോടൊപ്പം തന്നെ നമുക്ക് കാത്തിരുന്നു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാകേഷ് അസ്താന എന്ന ഉദ്യോഗസ്ഥനാണ് വലിയ ആരോപണങ്ങളൊക്കെ നേരിട്ട മറ്റൊരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ജോയിന്റ് ഡയറക്ടറായ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നതാണ്. പക്ഷേ രാകേഷ് അസ്താനയെ വീണ്ടും CBIയിലേക്ക് കൊണ്ടുവരാനും ഉന്നത പദവികളിലേക്ക് എത്തിക്കാനുമുള്ള നീക്കവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഉണ്ണി, അതുപോലെ തന്നെ CBI തലപ്പത്ത് ഇനി ആര് എന്ന ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു? അതായത് രണ്ട് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് നാളെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒന്ന്, രാകേഷ് അസ്താനയ്ക്ക് എതിരായ കേസ് നേരത്തെ തന്നെ CBI കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അദ്ദേഹം കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ആ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് അലോക് വർമ്മ തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായാണ് CBIയിൽ റെയ്ഡൊക്കെ നടന്നിരുന്നത്. രാകേഷ് അസ്താന തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ നാളെ വിധി വരാൻ പോവുകയാണ്. ഒരുപക്ഷെ ഡൽഹി ഹൈക്കോടതി രാകേഷ് അസ്താനയ്ക്കെതിരായ കേസ് റദ്ദാക്കുന്നുവെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ CBIയിലെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് രാകേഷ് അസ്താന എത്താനുള്ള സാധ്യതയുണ്ട്. പുതിയ CBI ഡയറക്ടർ ആരാകുമെന്ന കാര്യത്തിലുള്ള ചർച്ചകളും ഈ ഘട്ടത്തിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ സെലക്ട് കമ്മിറ്റി ചേർന്നപ്പോൾ പ്രാഥമികമായ കൂടിയാലോചനകൾ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായ ചർച്ചകൾക്ക് ശേഷം ഇതേ സെലക്ട് കമ്മിറ്റി തന്നെയാണ് ഇനി പുതിയ CBI ഡയറക്ടറെ നിയമിക്കേണ്ടതായി ഉള്ളത്. ഏതായാലും അലോക് വർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വീണ്ടും CBI തലപ്പത്ത് നിന്നും പടിയിറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഈ സെലക്ട് കമ്മിറ്റിയുടെ തീരുമാനത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയിലൂടെയും അലോക് വർമ്മയ്ക്ക് രക്ഷയില്ല. അദ്ദേഹത്തിന് CBI ഡയറക്ടർ സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടിയുടെ വലിയ ആഴം. ശരി ഉണ്ണി, CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റി. ഉണ്ണികൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ.